നമുക്ക് ഇന്നൊരു കഥയിലൂടെ തുടങ്ങിയാലോ? എന്നിട്ട് കാര്യത്തിലേക്ക് കടക്കാം. വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു കേട്ടിരുന്നൊരു കഥയുണ്ട്. ഒരു ഗ്രാമത്തിൽ ഒരു ധനാഢ്യനായ കച്ചവടക്കാരനുണ്ടായിരുന്നു. താൻ ആരോ ആണ് എന്നൊരു ഭാവം അയാൾക്കുണ്ടായിരുന്നു. ആരെയും കൂട്ടാക്കാത്ത സ്വഭാവം. എല്ലാവരോടും പുച്ഛമായിരുന്നു. ആരുടെയും സഹായം വേണ്ട, എനിക്ക് എല്ലാം ഉണ്ട് എന്നൊരു ധാരണ. താൻ വലിയയാളാണ്, ഒരു വലിയ സമൂഹത്തെ മുമ്പിൽ താൻ ബഹുമാന്യനാണ് എന്നൊക്കെ ഒരു തോന്നൽ അയാൾക്കുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അയാളെ പ്രമുഖ സ്ഥാനത്തേക്ക് വിളിക്കുന്ന വേദികളിലേക്ക് മാത്രമേ ക്ഷണിക്കുന്ന സ്ഥലങ്ങളിൽ അയാൾ പോകാറുള്ളൂ. അതല്ലാതെ സാധാരണക്കാരുടെ വിവാഹം, അടിയന്തരങ്ങൾ, പേരിടൽ, പെരവാസ്തുലി പോലുള്ള സ്ഥലങ്ങളിലൊന്നും വിളിച്ചാൽ അയാൾ പോകാറില്ല. പകരം തൻ്റെ കാര്യസ്ഥൻ്റെ കയ്യിൽ തൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു കാലൻ കുട, ഒരു തോൾനാടൻ, ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ കൊടുത്തു വിടും. അവിടെ ഒരു ചെയറിൽ കൊണ്ടുപോയി വെച്ചാൽ മതി, അത് മതി, എനിക്ക് തുല്യമാണത്, കാരണം അവിടെ അതേ അർഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു വിടും. അതൊരു ശീലമായി. അപ്പോൾ ഈ ധനാഢ്യനെ വിളിക്കുന്ന എല്ലാവരും തന്നെ അത് മാത്രമേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. ആർക്കും ഒരു സഹായവും ചെയ്യാറില്ല. തൻ്റെ സാന്നിധ്യം ഈ കുടയിലോ വാക്കിംഗ് സ്റ്റിക്കിലോ അല്ലെങ്കിൽ തോൾനാടലിനോ ഉണ്ട് എന്ന് അത് എപ്പോഴും പറയുമായിരുന്നു. അത് തന്നെ അവർക്ക് ധാരാളമാണ്. അങ്ങനെ ഇരിക്കെ അയാളുടെ മകൻ്റെ വിവാഹമായി. അത് വളരെ ആർഭാടപൂർവ്വം നടത്തണം എന്നയാൾ ആഗ്രഹിച്ചു. ഈ നാടും അടുത്ത പ്രദേശങ്ങളും എല്ലാം അയാൾ വിളിച്ചു. അത് തൻ്റെ പണിക്കാരെ വിട്ടൊക്കെയാണ് വിളിപ്പിച്ചത്. കാര്യം താൻ ചെല്ലേണ്ട ആവശ്യമില്ല, അവരതൊക്കെ അർഹിക്കുന്നുള്ളൂ. വലിയ ആഘോഷങ്ങളോടുകൂടി കല്യാണ മണ്ഡപങ്ങളെല്ലാം ഒരുങ്ങി ഭക്ഷണത്തിനായി ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുങ്ങി. അങ്ങനെ വിവാഹ ദിവസമായി. വിവാഹത്തിൻ്റെ അന്ന് എല്ലാ അലങ്കാരങ്ങളോടും കൂടി മണവാളനെത്തി, മണവാട്ടിയും അവരുടെ ഏതാനും കുടുംബക്കാരും. അപ്പോൾ ആണ് വേദിയിലേക്ക് നോക്കിയത്. വേദിയിൽ ധാരാളം വില കൂടിയ ചെയറുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും ആളുകളില്ലായിരുന്നു. അതിലുണ്ടായിരുന്നത് കുറേ കാലം കുടകളും, പിന്നെ കുറേ വാക്കിംഗ് സ്റ്റിക്കുകളും, പിന്നെ കുറച്ച് തോൾനാടനുകളുമായിരുന്നു. ഏറ്റവും പുറകിലായി കുറച്ച് പേര്. അവരും ഭക്ഷണം കഴിക്കാൻ നിന്നതായി തോന്നിയില്ല. കാരണം കലവറയിലും അടുക്കളയിലും ഉണ്ടായിരുന്ന ഭക്ഷണമെല്ലാം അതുപോലെ തന്നെ അവശേഷിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഉള്ളിൽ എന്തുണ്ടോ അതല്ല മറ്റുള്ളവർ നമ്മളെ കാണുന്ന കാഴ്ചയിൽ ഉണ്ടാകുന്നത്. നമുക്ക് പെരുമാറ്റം അവരോട് എങ്ങനെയാണോ അത് തന്നെയായിരിക്കും അവരും നമ്മളോട് പെരുമാറുക. നമ്മൾ എന്ത് അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നു അത് നമ്മൾ അവർക്കും നൽകണം. അവർ ഇപ്പോൾ ഇവിടെ ധനാഢ്യനായ മനുഷ്യനിൽ നിന്നും തോൾനാടനും വാക്കിംഗ് സ്റ്റിക്കും കാലം കുടയും ലഭിച്ച എല്ലാവരും തന്നെ അത് ആ സമയത്തെ അവർക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ. അവർ അത് തന്നെ പ്രതികരിച്ചു. ഇതൊരു വിവാഹത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം നമ്മൾക്കെന്ത് ലഭിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് നാം മറ്റുള്ളവർക്ക് ചെയ്യുവാൻ എല്ലാവരുമായും സഹകരിക്കുക എന്നതാണ് ഈ കഥയുടെ സാരോപദേശം. താങ്ക് യു.